ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇരുമ്പാമ്പുളിയുടെ ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ചെടി നിൽക്കുന്നത്. കണ്ടോ, ഇത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഹൈറ്റേ ഉള്ളൂ ചെടി. ഇനി ഇതിൽ നിറയെ കായകൾ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ശക്തമായ മഴ പെയ്തപ്പോഴേ കുറേയൊക്കെ താഴെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. കണ്ടോ, കുറേ വീണ് കിടക്കുന്നുണ്ട്. കൊമ്പ് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി ഇരുമ്പാമ്പുളി കാണിച്ചു തരാം. കണ്ടോ, ഇരുമ്പാമ്പുളി തൂങ്ങി നിൽക്കണ കണ്ടോ. അത്യാവശ്യമൊക്കെ ഉണ്ട് ഇനി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇരുമ്പാമ്പുളി? ഇവിടെ ഞങ്ങൾ അച്ചാറ് പോലെ ഇട്ട് വെക്കുക കേട്ടോ. ഇത് വെറുതെ അച്ചാറ് മീൻസ് വെറുതെ ചീനിമുളകും ഇതും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാൻ പറ്റും. പിന്നെ എന്തിനാ പറ്റുക? മീൻ കറിയിലിടാം. പിന്നെയോ നിങ്ങളെന്തിനാണ്? പിന്നെ കറികളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ഇതും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും നാളികേരവും ചേർത്തിട്ട് നമുക്ക് പച്ചയ്ക്കും അരയ്ക്കാം, വറുത്തിട്ടും അരയ്ക്കാം കേട്ടോ. അപ്പോഴൊക്കെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? ഇത് മാത്രമല്ല കേട്ടോ, ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ പറ്റും. ജ്യൂസ് മീൻസ് നമ്മൾ ശർക്കരയും ഇതും കൂടെ വെള്ളമില്ലാതെ കഴുകി തുടച്ച് നമ്മൾ തണുപ്പത്ത് വെച്ച് ഈർപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഇരുമ്പാമ്പുളിയും ശർക്കരയും കൂടെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കിനിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ടോണിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്ലീനറും കൂടിയാണ് കേട്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതും കല്ലുപ്പും കൂടെ അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ ടൈലിലൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇരുമ്പാമ്പുളി എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനറും കൂടിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഇരുമ്പാമ്പുളിയും കൊണ്ട് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പിന്നെ നമുക്കിത് ഒത്തിരി കാലം എടുത്ത് വയ്ക്കുകയും ചെയ്യാം കേട്ടോ. നനവൊന്നും കൂടാതെ നമുക്ക് വൃത്തിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് തണുപ്പത്ത് വെച്ച് അതിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞിട്ട് ഒരു ഡപ്പയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം നമുക്കത് ഒത്തിരി കാലം കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജുകളൊക്കെ ഇടണം കേട്ടോ, എന്തിനൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മെസ്സേജായിട്ട് ഇട്ടിട്ട് മറ്റുള്ളവർക്കും കൂടി എനിക്കും എല്ലാവർക്കും ബോധവൽക്കരണത്തിന് അതും കൂടെ ഉപകരിക്കുമല്ലോ. കൂടുതൽ അറിവുകൾ നമുക്ക് നല്ലതല്ലേ, അറിവുകൾ പങ്കിടുന്നത് നല്ലതല്ലേ. അപ്പോൾ ഓക്കേ, ബൈ.